അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കലിമത്തുൻ ഖബീസയുടെ ആളുകൾ, അതായത് മ്ലേച്ഛവചനത്തിൻ്റെ ആളുകളായ ബഹുദൈവ വിശ്വാസികളും മറ്റു സത്യനിഷേധികളും നേരിടുന്നതും നേരിടാൻ പോകുന്നതുമായ നാശത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ആയത്തുകളിൽ പറഞ്ഞത്. ഇനി കലിമത്തുൻ തയ്യിബയുടെ ഉത്തമ വചനത്തിൻ്റെ ആളുകളായ ഏകദൈവ വിശ്വാസികളെ ഉപദേശിച്ചുകൊണ്ട് അവരുടെ പരലോക മോക്ഷത്തിനു വേണ്ടി അനിവാര്യമായ കാര്യങ്ങളിൽ പരമപ്രധാനമായ 2 വീഴ്ച വരുത്താതെ നിർവഹിക്കണമെന്ന് അള്ളാഹു സത്യവിശ്വാസികളോട് പറയുകയാണ്. നമസ്കാരവും ദാനധർമ്മങ്ങളുമാണ് വീഴ്ച വരുത്താതെ നിർവഹിക്കണമെന്ന് പറയുന്ന ഈ 2 കാര്യങ്ങൾ. ഇന്ന് പഠിക്കുന്ന 31-ാമത്തെ ആയത്തിലാണ് ഈ 2 കാര്യങ്ങൾ നിർവഹിക്കണമെന്ന് ഉപദേശിക്കുന്നത്. ഖുല്ലി ഇബാദിയല്ലദീന ആമനു, സത്യവിശ്വാസികളായ എൻ്റെ അടിയാറുകളോട് നബിയെ താങ്കൾ പറയുക. എല്ലാവരും അള്ളാഹുവിൻ്റെ അടിയാറുകൾ തന്നെയാണ്. പക്ഷേ സത്യവിശ്വാസികളോട് അള്ളാഹു കാര്യങ്ങൾ പറയുമ്പോൾ സ്വന്തം ആളുകളോട് പറയുന്ന ഒരു പ്രത്യേക ശൈലി കാണാൻ കഴിയും. യാ യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞ പോലെ സത്യവിശ്വാസികളോട് പറയുക എന്ന് പറഞ്ഞുകൊണ്ടോ പറയുന്ന ആയത്തുകളിൽ ഒരു കാര്യം ചെയ്യുവാൻ കൽപ്പിക്കുകയോ അല്ലെങ്കിൽ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിരോധിക്കുകയോ ചെയ്യുന്നതായി നമുക്ക് കാണാൻ കഴിയും. സത്യവിശ്വാസികൾ അള്ളാഹുവിനെ ഏക ദൈവമായി അംഗീകരിച്ചുകൊണ്ട് അള്ളാഹുവിന് വിധേയപ്പെട്ട് ജീവിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നവർ എന്ന നിലക്കാണ് നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന ശൈലിയിൽ അള്ളാഹു അവരോട് കാര്യങ്ങൾ പറയുന്നത്. സത്യവിശ്വാസികളെ പ്രത്യേകം വിളിച്ചു പറയുന്ന ആയത്തുകളിലൊക്കെ ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറയുന്ന ഈ ശൈലി കാണാൻ സാധിക്കും. ഇവിടെ സത്യവിശ്വാസികളോട് താങ്കൾ ഉപദേശിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞുകൊണ്ട് അള്ളാഹു പറയുന്നത് യുഖീമുസ്സലാത്ത, അവർ നമസ്കാരം നിലനിർത്തട്ടെ എന്നാണ് ആദ്യമായി പറയുന്നത്. 5 നേരത്തെ നിർബന്ധ നമസ്കാരങ്ങളും മറ്റ് നമസ്കാരങ്ങളും ആത്മാർത്ഥമായി നിലനിർത്തുന്ന ഒരു സത്യവിശ്വാസിയെ പൈശാചികമായ ചിന്തകൾ പിടികൂടുവാൻ അവസരമുണ്ടാവില്ല. കാരണം അള്ളാഹുവിനെക്കുറിച്ചുള്ള വിചാരം ഈ നമസ്കാരങ്ങളിൽ സദാസമയങ്ങളിലും അയാളുടെ മനസ്സിൽ നിലനിൽക്കുകയും മനസ്സിനെ അത് സംസ്കരിക്കുകയും ചെയ്യുന്നു. ദിവസവും നിരവധി തവണ അള്ളാഹുവിൻ്റെ മഹത്വങ്ങൾ വാഴ്ത്തിക്കൊണ്ട് അള്ളാഹു മാത്രമേ രക്ഷക്കുള്ളൂ എന്ന് ആണയിട്ട് പറഞ്ഞുകൊണ്ട് നീ ഞങ്ങളെ നേർമാർഗത്തിലാക്കണേ, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് സൂറത്തുൽ ഫാത്തിഹയിലൂടെ ദിവസവും നിരവധി തവണ ആവർത്തിച്ച് പറയുന്നത് കൊണ്ടുകൂടിയാണിത്. നമസ്കാരം പോലെ തന്നെ പ്രധാനമാണ് വയുൻഫിഖൂ മിമ്മാ റസഖ്നാഹും, നാം നൽകിയ വിഭവങ്ങളിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യട്ടെ. അള്ളാഹു നൽകിയ വിഭവങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായും സമ്പത്ത് തന്നെയാണ്. ആ സമ്പത്ത് സക്കാത്തിലൂടെയും മറ്റ് സദഖകളിലൂടെയും സമൂഹത്തിലെ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി നൽകുമ്പോൾ സംഭവിക്കുന്ന ഗുണപരമായ കാര്യങ്ങൾ എന്താണ്? സമൂഹത്തിൽ ദാരിദ്ര്യവും പട്ടിണിയും ഇല്ലാതാവും, സ്നേഹവും സഹകരണവും നല്ല ബന്ധങ്ങളും നിലനിൽക്കുന്ന ഒരു ഉത്തമ സമൂഹമുണ്ടാവും. ഈ ലക്ഷ്യത്തിനു വേണ്ടി ആത്മാർത്ഥമായി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സ്വന്തം ഗുണത്തിനും മറ്റുള്ളവരുടെ ഗുണത്തിനും വേണ്ടി സ്വന്തം സമ്പാദ്യത്തിൽ നിന്ന് സത്യവിശ്വാസി ചിലവഴിക്കുകയാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ആത്മാർത്ഥമായി ഇങ്ങനെ ചെലവഴിക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു നൽകിയ വിഭവങ്ങൾ എന്ന് പറയുമ്പോൾ സമ്പത്തിൽ മാത്രം ഒതുക്കേണ്ടതില്ല. മനുഷ്യൻ്റെ എല്ലാ കഴിവുകളും അള്ളാഹു നൽകിയ വിഭവങ്ങളാണ്. സമൂഹത്തിനു വേണ്ടി അവയൊക്കെയും ചിലവഴിക്കേണ്ടതുണ്ട്. സിർറൻ വ അലാനിയത്തൻ, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്നത് രഹസ്യമായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു കൂടുതൽ ഇഷ്ടപ്പെടുന്നതും അതാണ്. എന്നാൽ ചിലപ്പോൾ ചില പൊതുവായ നന്മകൾ ഉദ്ദേശിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യാനുള്ള പ്രോത്സാഹനവും മറ്റുമായിക്കൊണ്ട് പരസ്യമായി ദാനധർമ്മങ്ങളും സേവനങ്ങളും ചെയ്യേണ്ടി വരും. അപ്പോൾ നമസ്കാരവും ദാനധർമ്മങ്ങളും മനുഷ്യൻ്റെ പരലോക രക്ഷയ്ക്കെത്തുന്ന ഉദാത്തമായ 2 കർമ്മങ്ങളാണ്. മരണത്തിന് മുമ്പ് ഈ 2 കാര്യങ്ങളും മുറ പോലെ നിർവഹിക്കുക. മീൻ ഖബ്ലി അൻ യഅ്തിയ യൗമുൻ, ഒരു ദിവസം വരുന്നതിന് മുമ്പ്, അതായത് അന്ത്യനാൾ വരുന്നതിന് മുമ്പ് എന്നാണ് പറയുന്നത്. തുടർന്ന് ആ ദിവസത്തെക്കുറിച്ച്, അന്ത്യനാളിനെക്കുറിച്ച് പറയുകയാണ്, ലാ ബൈഉൻ ഫീഹി വലാ ഖിലാൽ, ആ ദിവസത്തിൽ കച്ചവടവുമില്ല സുഹൃബന്ധങ്ങളുമില്ല. ബൈ എന്ന് പറഞ്ഞാൽ വിൽക്കൽ എന്നാണ് യഥാർത്ഥത്തിൽ അർത്ഥം.
ആദ്യകാലത്ത് നാണയം കൊടുത്ത് സാധനങ്ങൾ വാങ്ങുന്നതിന് പകരം സാധനങ്ങൾ കൊടുത്ത് പകരം സാധനങ്ങൾ വാങ്ങുകയായിരുന്നല്ലോ. ഫലത്തിൽ വാങ്ങുന്ന ആളും വിൽക്കുന്ന ആളും തങ്ങളുടെ കയ്യിലുള്ളത് വിറ്റ് പകരം വാങ്ങുകയാണ്. രണ്ടുപേരും വിൽക്കുന്നു എന്നതുകൊണ്ടാണ് വിൽക്കൽ എന്ന് അന്ന് മുതൽ കച്ചവടത്തിന് പേര് വന്നത്. പരലോകത്ത് അങ്ങനെ എന്തെങ്കിലും സാധനമോ പണമോ കൊടുത്ത് ഒന്നും വാങ്ങാനോ വിൽക്കാനോ സാധിക്കുകയില്ല. അവിടേക്ക് വിൽക്കാനും വാങ്ങാനുമുള്ള സാധനങ്ങളും പണവുമൊന്നും മനുഷ്യൻ കൊണ്ടുപോകുന്നില്ല, കർമ്മങ്ങൾ മാത്രമാണ് കൊണ്ടുപോകുന്നത്. ഒരാൾ കൂടുതൽ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുടെ തിന്മ കുറച്ച് വാങ്ങി തൻ്റെ നന്മയിൽ നിന്ന് കുറച്ച് അയാൾക്ക് കൊടുക്കാമെന്ന് പരലോകത്ത് ആരും കരുതുകയില്ല, തയ്യാറാവുകയുമില്ല. അതുകൊണ്ടുകൂടിയാണ് കച്ചവടം അവിടെ നടക്കില്ല എന്ന് പറയുന്നത്. വല ഖിലാൽ, സൗഹൃദവും ഉണ്ടാവുകയില്ല. സ്നേഹബന്ധത്തിൻ്റെയും സൗഹൃദത്തിൻ്റെയും പേരിൽ ആരും അവിടെ സഹായിക്കാനുണ്ടാവുകയില്ല. അതുകൊണ്ട് ആ ദിവസം എത്തുന്നതിന് മുമ്പ് നമസ്കാരവും ദാനധർമ്മങ്ങളും നിർവഹിച്ച് ആ ദിവസത്തിലേക്ക് സുരക്ഷിതമായി എത്തുവാൻ പരിശ്രമിക്കുക എന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ സത്യവിശ്വാസികളെ ഉപദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.